രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര തുടങ്ങിയിട്ട് 10ാം ദിവസം തികയുമ്പോൾ ബീഹാർ ജനത മുഴുവൻ രാഹുലിന് ജയ് വിളിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുക എന്ന വോട്ടർ അധികാർ യാത്ര 10 ദിവസം കഴിഞ്ഞതോടെ ബീഹാറിൽ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയുടെ ഐക്യനീക്കത്തിന് വൻ സ്വീകാര്യതയാണ് ഉള്ളത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ത്രിവർണ പതാകയുമായിട്ട് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കേന്ദ്ര സർക്കാരിനോടും ജനങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. അതാണ് ഈ യാത്രയിൽ ഉടനീളമുള്ള പിന്തുണയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർലമെന്ററി സംവിധാനത്തിൽ പ്രതിഷേധം സാധാരണയായി പ്രധാന ഉത്തരവാദിത്തമായി കാണുന്നത് സർക്കാരിനെ വിമർശിക്കുക എന്നതാണ്. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിവരുന്നത് സർക്കാരിനെതിരെയുള്ള കേവല വിമർശനമോ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ മാത്രമുള്ള ശ്രമമോ അല്ല. രാജ്യത്തെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുക എന്ന സുപ്രധാന ദൗത്യമാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും പ്രതിപക്ഷ നിരയിലെ പാർട്ടികളും കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ ഗൗരവമായി കണ്ടിരുന്നില്ല. എന്നാൽ കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണവും വെളിപ്പെടുത്തലും രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം തിരുത്താൻ പലരെയും പ്രേരിപ്പിച്ച ഘടകമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കാൻ മടിച്ചു നിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് 10ാം ദിവസം പത്രസമ്മേളനം വിളിച്ച മറുപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് 1 മണിക്കൂറിലേറെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇരിക്കേണ്ടി വന്നു. ദുർബലമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഈ സംഭവം നിമിത്തമായി മാറി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം എതിരാളികളുടെ പോലും പ്രശംസ ഏറ്റുവാങ്ങുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും സ്വീകാര്യത കൂടി വരികയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ ഈ മാസം 11-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷത്തെ 300 പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിക്കുള്ള അംഗീകാരം കൂടി നൽകി. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുൻപിൽ കണ്ടത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യപ്പെടുമെന്ന സൂചന കൂടിയാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി അകലം പുലർത്തിപ്പോരുന്ന തൃണമൂൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ നിരയിൽ ചേർത്ത് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ അപകടം BJP തിരിച്ചറിഞ്ഞതാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് പരമപ്രധാനമാണെന്ന് സുപ്രീം കോടതി പലതവണ ഓർമ്മിപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നതും വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതുമായ ആരോപണങ്ങളാണ് അടുത്ത കാലത്തായി ഉയർന്നു കേൾക്കുന്നത്. രാജ്യത്തെ ഭരണഘടനയോടും ജനാധിപത്യത്തിനും നേരെയുള്ള ഈ വെല്ലുവിളിയെ നേരിടേണ്ടതുണ്ട്. തെക്കൻ ബീഹാറിലെ സസറാമിൽ നിന്നും ഈ മാസം 17-ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര 23 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച സെപ്റ്റംബർ 1-ന് മഹാറാലിയോടെ പട്നയിൽ സമാപിക്കും. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് ചർച്ചകൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയം സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ യാത്രയെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടപ്പടി യാത്രയായി മാത്രം കാണേണ്ടതില്ല. ജനാധിപത്യം സംരക്ഷിക്കാനും ഒരാൾക്ക് 1 വോട്ട് എന്ന പവിത്രമായ ലക്ഷ്യം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ യാത്ര. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയത് എന്തിനാണെന്നും ഇതിന്റെ ഗുണഭോക്താവ് ആരാണെന്നും വ്യക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനാഡിയായ ജനാധിപത്യ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും മാത്രമല്ല ജനവിധിയെ പോലും അട്ടിമറിക്കുന്നതാണ്. ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും സുതാര്യമായി നടത്തേണ്ട സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതുവാനും സെക്കുലർ രാജ്യമായ ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കാനുമുള്ള നീക്കത്തിന് ഇലക്ഷൻ കമ്മീഷൻ ചൂട്ടുപിടിക്കുകയാണ്. സ്ഥലനാമങ്ങളും വിമാനത്താവളങ്ങളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും പേരുകളും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏകഭാഷ അടിച്ചേൽപ്പിക്കുന്നു. ഇതോടൊപ്പം വോട്ടവകാശം ഒരു വിഭാഗത്തിന് മാത്രമായി ചുരുക്കുകയും ഭരണത്തിന്റെ അവകാശികൾ അവർ മാത്രമാണെന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അപകടകരമായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് പ്രസക്തി ഏറെയാണ്. രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കണമെന്നാണ് ഭരണഘടനാ സങ്കല്പം. എന്നാൽ മോദി ഭരണത്തിൽ ആ സങ്കല്പം ഇല്ലാതാവുകയായിരുന്നു. വോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള വോട്ടർ അധികാർ യാത്ര അവഗണിക്കേണ്ട ഒന്നല്ല എന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും ബോധ്യമായിട്ടുണ്ട്.
രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനെ ബീഹാറിൽ പ്രതിരോധിക്കാൻ NDA സഖ്യം പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തത് ഈ ഭീതിയുടെ ഭാഗമായിട്ടാണ്. 2022 സെപ്റ്റംബർ മുതൽ 2023 ജനുവരി വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കും 2024 ജനുവരി മുതൽ മാർച്ച് വരെ നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കും ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന മൂന്നാമത്തെ യാത്രയാണിത്. രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അറിഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയുടെ മൂന്നാം യാത്ര വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണി നേതാക്കളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ്. മരിച്ചവരുടെ പേര് നീക്കം ചെയ്തും 18 വയസ്സ് തികഞ്ഞവരെ ഉൾപ്പെടുത്തിയും വോട്ടർ പട്ടിക പുതുക്കുകയാണ് പതിവ്. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ എണ്ണം അധികരിക്കുന്ന രീതിയാണ് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഓരോ വർഷവും രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ബീഹാറിൽ പുതുക്കിയ വോട്ടർ പട്ടികയിൽ നിന്നും 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ വമ്പൻ കണക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ സംശയത്തിന് നിഴലിലാക്കുന്നതാണ്. മരിച്ചവരെന്ന പേരിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നിരവധി പേരെ രാഹുൽ ഗാന്ധി തന്റെ യാത്രയിൽ കണ്ടെത്തുകയുണ്ടായി. പ്രത്യേക പുനരവലോകനത്തിന്റെ പേരിൽ കൃത്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കലല്ല, പലരെയും ഒഴിവാക്കലാണ് കമ്മീഷന്റെ ഉദ്ദേശമെന്ന് പകൽ പോലെ വ്യക്തവുമാണ്.